എന്നൊക്കെ സാധിക്കുകയായിരിക്കുന്ന ഡോക്ടർ ആലീസ് നാട്ടിനാണ് ശക്തിയില്ലല്ലോ സാധാരണ ഇതുപോലെയുള്ള പ്രഭാഷണങ്ങളൊക്കെയുള്ള ഒരാഴ്ച കാലത്തെ പ്രെയർ ഫെലോഷിപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്കെല്ലാം നല്ലപോലെ എനർജി വരുന്നത് അല്ലേ? പക്ഷെ അത്ര എനർജി കാണുന്നില്ല. കാരണം എന്തോ മഴയായിട്ടോ? അയ്യോ, ചിലപ്പോൾ ഉണ്ട് എല്ലാവരും ഓർമ്മ 5 ദിവസമായി ഓൾറെഡി ഇത് തുടങ്ങിയിട്ട് എങ്ങനെയും തീർത്താൽ മതി അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. അല്ല, വെരി ഗുഡ്. ഞാൻ നമ്മുടെ ഫെയ്ത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയണമെന്നൊക്കെ ഇച്ചിരി നോട്ടും ഒക്കെ എഴുതി വെച്ചോട്ടോ വന്നിരിക്കുന്നത് കേട്ടോ. പക്ഷെ എന്താ വന്നത് ജിനുവിൻ്റെ സംസാരം കേട്ട് കഴിയുമ്പോൾ ആകെ എൻ്റെ കിളി പോയി. എന്തോ പറയണമെന്ന് അറിയാൻ മേലാത്ത പോലെ ആയിരിക്കും. അത്രയൊന്നും ഇല്ല കേട്ടോ. പക്ഷേ എനിക്ക് കുറേ പേരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ എൻ്റെ ജീവിത എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് മോട്ടിവേറ്റ് ചെയ്തെങ്കിൽ എനിക്ക് വളരെ സന്തോഷം. അതുകൊണ്ട് ആദ്യമായിട്ട് പറയട്ടെ, പിന്നെ അതുപോലെ ഇവിടെ ജിനു, ഷൈനി, മറ്റെല്ലാവരും കേട്ടോ. എല്ലാവരുടെ പേരൊക്കെ പറഞ്ഞു അതൊന്നും ഓർമ്മയൊന്നും നിൽക്കത്തില്ല. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എന്നെ നിങ്ങളുടെ കൂടെ സഹകരിക്കാനായിട്ട് വിളിച്ചതിനും 2 മിനിറ്റ് സമയം നിങ്ങളോടുകൂടെ ചെലവഴിക്കാൻ എന്നെ അനുവദിച്ചു. താങ്ക് യു വെരി മച്ച്. എനിക്ക് നിങ്ങളുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാനായിട്ട് ഇത് ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ കരുതുന്നത് കേട്ടോ. അതോ എല്ലാവരും നല്ല വെള്ളരി പ്ലാവ് പോലെ ഒരുങ്ങി സുന്ദരിമാരായിട്ട് യങ് വിമൻ വന്നു കഴിഞ്ഞിരിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ കൂടെ പ്രായം പകുതി കുറഞ്ഞ പോലെ ഞാൻ എനിക്ക് തോന്നുന്നത്. ശരിക്കും പറയുക, ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഈ 6 മണി കഴിഞ്ഞിട്ട് സ്ത്രീകളൊക്കെ ഇങ്ങനെ ഒരു ചർച്ചിലായിക്കോട്ടെ എവിടെയാണെങ്കിലും ഇതിനെയൊക്കെ കൂടുതലെന്ന് പറയുന്നത്, ഞാനൊരു ഓൾഡ് ലേഡി ആയതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നത്. ഇതൊക്കെ ഇപ്പം നടക്കുന്നുണ്ടല്ലോ. അത് തന്നെ ഒരു സ്ത്രീകളെല്ലാം മുന്നോട്ട് വരുന്നതെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. അതിന് ഇതിൻ്റെ ബാക്കിലുള്ള എല്ലാ ആളുകളെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. അവരെ ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. ശരിയാണ്, നമ്മൾ ഓരോരുത്തരും സ്ത്രീകൾ കണിശമായിട്ട് മുൻപന്തിയിലോട്ട് വരേണ്ട ഒരു കാര്യം തന്നെയാണ്. എനിവേ, ഞാൻ ഈ YWCAയുടെ വേൾഡ് വീക്ക് ഓഫ് പ്രെയർ ഇതിനെക്കുറിച്ച് ഇച്ചിരി കാര്യമൊക്കെ പറയുന്നത് കേട്ടോ. എന്നിട്ട് ഞാനെല്ലാം പറയുന്നു. അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്നാന്നുള്ളത് അത് നിങ്ങൾ ഓൾറെഡി കേട്ട് കാണുന്നതാണ്. 5 ദിവസത്തെ ഇത് കഴിഞ്ഞിട്ടാണ്. എനിവേ, ഒന്നുകൂടെ പറയാം. സ്ട്രെങ്തനിങ് ദ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ശരിക്കും നമ്മൾ ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധം നമ്മൾ സ്ഥാപിച്ച് അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വീക്ക്. നമ്മൾ കണിശമായിട്ടും അസോസിയേറ്റ് ചെയ്ത് പറഞ്ഞ പോലെ നമ്മളൊരു ഫെലോഷിപ്പ് ഉണ്ടായി നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു എല്ലാം വന്നാൽ മാത്രമേ നമുക്ക് വളരാൻ സാധിക്കത്തുള്ളൂ. ഇന്നത്തെ തീം, 6ാമത്തെ ദിവസത്തിലെ തീം എന്നാന്ന് വെച്ചാൽ മൂവിങ് ഇൻ ഫെയ്ത്ത് ത്രൂ ദ വേൾഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഓരോ ചുവടുവയ്പ്പിലും വിശ്വാസത്തിൽ, കാണാത്ത ദൈവത്തിൽ വിശ്വസിച്ച് പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. ദൈവത്തിനെ ആരും കണ്ടിട്ടില്ല അല്ലേ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ട് ദൈവത്തിൻ്റെ പ്രസൻസ്, പക്ഷെ കണ്ടിട്ടില്ല. എങ്കിലും നമുക്ക് അതിനകത്തൊരു വിശ്വാസമുണ്ട്, ദൈവമുണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ആ ഒരു ഫെയ്ത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വാസ്തവം പറഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഈ ഫെയ്ത്ത്, വിശ്വാസം എന്ന് പറയുന്നതാണ്. വീടൊക്കെ പണിയുമ്പോൾ അല്ല കെട്ടിടങ്ങൾ പണിയുമ്പോൾ നല്ല അടിസ്ഥാനം ഇട്ട് വേണം, അടിത്തറ ഇട്ട് വേണം പണിയാൻ. അല്ലെങ്കിൽ ഒരു കാറ്റടിക്കുമ്പോൾ മറിഞ്ഞു വീഴുമെന്ന് പറയും അല്ലേ? നേരെ മറിച്ച് നോക്കിയാൽ ബുർജ് ഖലീഫ എന്നാപ്പൊക്കെയുള്ളൊരു ബിൽഡിംഗാണ്. അതെന്തോ അതങ്ങനെയൊക്കെ നിൽക്കുക അല്ലേ? കാരണം എന്തോ അതിൻ്റെ ആ അടിത്തറ ഉണ്ടാക്കിയിരിക്കുന്നത് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത് സിമെന്റും കമ്പിയും എല്ലാം ഇട്ട് വാർത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം വരുമ്പോൾ പകർപ്പോകാതിരിക്കാനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമേ അത് കഴിയുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾക്ക് കണിശമായിട്ടും നമ്മുടെ പ്രശ്നങ്ങളെ എല്ലാം അഭിമുഖീകരിക്കാൻ സാധിക്കും. പ്രശ്നമില്ലാത്ത ജീവിതം ഏതുള്ളത്? ആരെങ്കിലും കരുതുന്നുണ്ട് ജീവിതം എന്ന് പറയുന്ന പട്ടുമന്തയാണെന്ന്? ഒരിക്കലും ഇല്ല. ഇന്ന് എനിക്കൊരു പ്രയറിൻ്റെ ഇതിനകത്ത് വന്നപ്പോൾ കണ്ടൊരു മെസ്സേജാണ്, ഗോഡ് ബാലൻസസ് അവർ ലൈഫ് ബൈ ഗിവിങ് us enough blessings to keep us happy. നമുക്ക് ദൈവം എന്നടുത്ത് പറയാം, ഒത്തിരി ഹാപ്പിനെസ് ഒന്നും അല്ല, കുറച്ച് ഹാപ്പിനെസ് എല്ലാവരുടെ ജീവിതത്തിലും കിട്ടും. അതെന്തിനാണെന്നറിയാമോ? നമ്മുടെ ഒരു ബാലൻസ് ആയിട്ടുള്ളൊരു ജീവിതമാണ് ദൈവം നോക്കുന്നത്. പിന്നെ ഇനഫ് ബേർഡൻസ് ടു കീപ് us humble. നമ്മളൊക്കെ ഭയങ്കര സാരങ്ങളാണ്. നമുക്കൊക്കെ അഹങ്കാരം കയറി മറിയും. നമുക്ക് ഭയങ്കരമായിട്ട്
നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാമോ? ഒരു വിശ്വാസം ജീസസിനെ മൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഹൃദയം അലിയിപ്പിച്ചു. പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. 12 വർഷമായിട്ട് രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് സൗഖ്യം കിട്ടിയപ്പോൾ ജീസസ് എന്തുവായിരുന്നു? ആ സ്ത്രീ എന്തായിരുന്നു വിചാരിച്ച്? ആദ്യമേ വിചാരിച്ച് കാണും, ജീസസിന്റെ അടുത്ത് പോയി ഒന്ന് പ്രാർത്ഥിക്കണം, എന്നെ കുറ്റങ്ങളെല്ലാം പറയണം, അപ്പൊ എനിക്ക് സൗഖ്യം കിട്ടി, ഞാൻ 12 വർഷമായിട്ട് അങ്ങനെ കഷ്ടപ്പെടുവാണെന്ന് പറഞ്ഞിട്ടിരുന്നു വിചാരിച്ച് കാണും. പക്ഷേ എന്തോ ഒരാളായിരുന്നു, എന്തോ തിക്കും തിരക്കുമായിരുന്നില്ലേ? നേരം ആ സ്ത്രീ വിചാരിച്ചു, അറ്റ്ലീസ്റ്റ് ജീസസിന്റെ അങ്കിയുടെ അറ്റത്തൊന്ന് തൊട്ടാൽ മതി എനിക്ക് സൗഖ്യമാകുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്ന് തൊട്ടു. അപ്പൊ ജീസസ് എന്നാ ചെയ്തേ? ആരാ എന്റെ ദേഹത്തെ എന്റെ അങ്കിയെ തൊട്ടതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നെ ജീസസിന് അറിയാമായിട്ടാണ്. ജീസസിന് ശരിക്കും അറിയാം, കാരണം അന്നേരം തന്നെ ശക്തി പോയി, ആ സ്ത്രീയെ സൗഖ്യമായി. അപ്പോഴത്തേക്ക് ചോദിക്കുന്നതിന് എന്തോ ശിഷ്യന്മാർ പറഞ്ഞു, യേശുവേ എന്തുമാത്രം പേരായി പോകുന്നത്, ഈ തിക്കിനും തിരക്കിലും ആരാതെന്ന് എങ്ങനെ പറയാൻ? നിങ്ങളൊക്കെ മണ്ണാട്ടുപള്ളിയിലെ 8 മണിക്ക് പോയിട്ടുള്ളവർ കാണില്ലേ? കുറച്ച് പേര് എന്നാ തിക്കുക അല്ലേ? എത്ര പേര് ഇടിക്കുകയും മുട്ടുകയും തട്ടുകയും എല്ലാം ചെയ്തിട്ട് നമുക്കറിയാമോ ആരേലും ആണ്. പക്ഷേ ജീസസിന് അത് മനസ്സിലായി. ജീസസ് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് അറിയാവുന്നിട്ടും ഈ സ്ത്രീയാണ് എന്നെ തൊട്ടതെന്നും സൗഖ്യമായെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചു? എന്തുകൊണ്ട് ചോദിച്ചു പറയാമോ? കാരണം പുരുഷാരത്തിന്റെ മുമ്പിലുണ്ടല്ലോ ആ സ്ത്രീയെ കൊണ്ടൊരു സാക്ഷ്യം പറയിപ്പിക്കണം. ഡോട്ടർ, യുവർ സിൻസ് ആർ ഫോർഗിവൺ, അല്ലെങ്കിൽ യു ആർ ഹീൽഡ് ബിക്കോസ് ഓഫ് യുവർ ഫെയ്ത്ത് എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ സ്ത്രീയോട് പറയുമ്പോഴത്തേനാ കൂടെയുള്ള ആളുകൾ വിചാരിക്കണം ആ സ്ത്രീയുടെ ഫെയ്ത്ത് കൊണ്ട് സൗഖ്യമായി. അതെല്ലാവരും കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ജീസസ് അങ്ങനെ പറഞ്ഞത്. ഇനി എൻ്റെ ജീവിതത്തിലെ കാര്യം ഞാൻ ഇച്ചിരി പറയാം. ഞാൻ ശരിക്കും ഞാൻ ഒരു ഫെയ്ത്തൊന്നുമല്ല, ഞാൻ വെറും സാധാരണയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ശരിക്കും വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഞാൻ നല്ലപോലെ കരയും. കരഞ്ഞു കഴിഞ്ഞാലേ ഞാനുണ്ടല്ലോ എനിക്ക്. പക്ഷേ എൻ്റെ വിശ്വാസവും എനിക്ക് ദൈവത്തിലുള്ള വിശ്വാസം എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. ഞാൻ ദൈവത്തോട് യോജിച്ചിട്ടേ ഒരു കാര്യം ചെയ്തോളെന്നുള്ളത് എൻ്റെ ഒരു ഇതാണ്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പ്രേമിച്ചകറ്റിയത് ആണ്. അതിന് മുമ്പേ പറയാം, എനിക്ക് ഒരു ഡോക്ടർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കൊച്ചുനാളിൽ ഞങ്ങൾ 6 മക്കളാണ്. അപ്പോൾ എന്നോടൊക്കെന്നറിയാമോ, എനിക്കൊരു 10, 12, 14 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ സ്കൂളിട്ട് ഇരുന്നിട്ട് ഞാൻ പയ്യെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുക. അനിയത്തിമാരും ആമമാരും വരുന്നത് രോഗം പറഞ്ഞുകൊണ്ട് ഞാൻ പ്രിസ്ക്രൈബ് ചെയ്ത് പേപ്പറുമായിട്ട് കൊടുത്തു തീർക്കും കേട്ടോ. കാരണം ഒരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ വീട്ടിൽ വല്ല ഗതിയുണ്ട്, ഒരു ഡോക്ടറായിരുന്നു. അത്രയാ 60 വർഷം മുമ്പ് വിടാൻ ഒന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ നേഴ്സിങ്ങിന് തന്നെ പോകാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആ നേഴ്സിങ്ങിന് പോയത് ഞാൻ പൂർണ്ണ മനസ്സോടെയാണ് ഞാൻ പോയത്. എനിക്ക് ശരിക്കും ഞാൻ അതൊരു ഗോഡ്സ് കോളിംഗ് ആയിട്ട് തന്നെ തന്നെ ഞാൻ പോയി. ദൈവം എന്നെ വേണ്ടുപോലും അനുഗ്രഹിച്ചെന്ന് പറയുന്നത് എന്തുമാത്രം അനുഗ്രഹിച്ചെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും. എനിക്ക് ഒരു മിടുക്കുമല്ല, എൻ്റെ ഒരു മിടുക്കുമല്ല, എൻ്റെ ഒരു ഇതിനുമല്ല പറയുന്നത്. അങ്ങനെ ഞാൻ നേഴ്സിങ്ങിന് പോയി. അപ്പോൾ എനിക്ക് ആളാണെന്നുകൊണ്ടൊക്കെ നേഴ്സിങ്ങിന് പോയത്. ശരിയാ, മറ്റപ്പോഴൊക്കെ ഭയങ്കര റാങ്ക് കിട്ടിയൊക്കെ പാസ്സായി. എൻ്റെ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡിനെ കണ്ടുകൊണ്ടിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറായിരുന്നു. ഫ്രണ്ടിൻ്റെ ബ്രദറായതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതനുസരിച്ച് ഞാൻ മൂത്തത് വീട്ടിൽ ഞങ്ങളുടെ ബ്രദർ എൻ്റെ ബ്രദറിലെല്ലാം വലിയ കാര്യത്തിൽ ഈ വാലുകടിയാണ്, ഇച്ചിരി വാലുകടിക്കും പുള്ളി അതിനേക്കാൾ വാലുകടിയാണ്. അപ്പോൾ അങ്ങനെയായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പറയുകയാണ് എന്നോട് പ്രേമമാണ്. എൻ്റെ കണ്ണു തള്ളിപ്പോയിട്ട് ഞാൻ അവന് പോലും ഇതെന്തോ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മസങ്കടത്തിലായിപ്പോയി. നല്ല കൂട്ടുവായി എൻ്റെ വീട്ടിലറിഞ്ഞാൽ ഞാൻ തല്ലിക്കൊന്ന് കുറിച്ചത്. ഞാൻ പിന്നെ അവസാനം എന്നെടുത്തിട്ടോ എൻ്റെ ബൈബിളെടുത്ത് വായിച്ചേക്ക്. ഈ പാണലേലെ അറിയാമോ എല്ലാവർക്കും? കോട്ടയക്കാരായിട്ട് പാണലേലെ അറിയാം. ഞാൻ ആ പാണലേലെ ക്ലോസ് ചെയ്തു. എന്നിട്ട് പറയുന്നത് മലന്ന് വീടുവാണെങ്കിൽ ഞാൻ പ്രേമിക്കാം, സമന്ന് വീടുവാണെങ്കിൽ ഞാൻ നേരായിട്ട് പറയാം. അപ്പോൾ എനിക്ക് പ്രേമിക്കേറെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പുള്ളിക്ക് എന്നെ വിചാരിക്കുന്നതൊക്കെ പറഞ്ഞോട്ട് ഞാൻ എനിക്ക് മനപ്രയാസമാണ്. എനിക്ക് ഒരാളെ ഹേർട്ട് ചെയ്യാൻ ഭയങ്കര വിഷമമുള്ള കൂട്ടത്തിലാണ്. അപ്പം ഞാൻ ഇങ്ങനെ ക്ലോസ് ചെയ്ത് നോക്കി പാട്ട് മലന്ന് പോയി. എന്നാൽ പിന്നെ പ്രേമിച്ചേക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നേഴ്സിങ്ങിൻ്റെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രേമമായി. അത് കഴിഞ്ഞ് കല്യാണം
ചെയ്താൽ നമ്മൾ ചീറ്റാവും. ശരി, അതൊന്നും പ്രശ്നമില്ല. അപ്പം നമ്മുടെ പ്രയോറിറ്റീസ് മാറിപ്പോകുന്നുള്ളതാണ്. മനസ്സിലായി? ഞാനപ്പോൾ ജനറൽ നേഴ്സ് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് പഠിച്ചിട്ടാണ് അമേരിക്കയിൽ പോകുന്നത്. പിന്നെ മോനെ പഠിപ്പിച്ചു. മോൻ എഞ്ചിനീയർ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ പ്രശ്നമില്ല. അപ്പം ഞാൻ ഓർത്തു ഒന്നും പിന്നെ ഞാൻ പഠിക്കാൻ പോകാം. പിന്നെ ഞാൻ BSc പോയി, MSc പോയി. അത് കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ കോളേജിൽ ജോലി കിട്ടി. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ദിവസം എൻ്റെ ഫ്രണ്ട്സ് ആരാണ്ടൊക്കെ PhD പോകുമെന്ന് പറഞ്ഞു. എന്നാൽ ഞാനിപ്പോൾ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. അങ്ങനെ ഞാൻ ഇന്ന് എൻ്റെ പേരിൻ്റെ കൂടെ ഒരു ഡോക്ടർ ഡെസിഗ്നേഷൻ വെച്ച് എനിക്ക് പറയാൻ മാത്രമായി. അത് കഴിഞ്ഞാൽ 3 യൂണിവേഴ്സിറ്റികളിൽ അമേരിക്കയിൽ പഠിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടി. അവിടെ ഞാൻ പഠിപ്പിച്ച പിള്ളേർക്കൊക്കെ ഒരു ഇതുണ്ട്, ഡോക്ടർ മാത്യുവിൻ്റെ ക്ലാസ്സസ് വേണം ഞങ്ങൾക്ക് എടുക്കാൻ, ഏത് ക്ലാസ്സാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ നമുക്ക്. അതൊക്കെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ. എനിക്കൊരു ശരിക്കും പ്രൗഡായിട്ട് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഞാൻ നേഴ്സിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ആ ഓരോ പേഷ്യൻറ്റിനെ നോക്കിയത് എൻ്റെ കുടുംബക്കാരെ നോക്കുന്ന പോലെ നോക്കി. അതുകൊണ്ട് എനിക്ക് എന്നറിയാമോ, ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതാണ് എനിക്ക് പറയാനായിട്ട്. ദൈവം എന്നെ വളരെയധികം അനുഗ്രഹിച്ചു. എന്നും പറഞ്ഞുകൊണ്ട് വിഷമങ്ങളൊന്നും ഇല്ലായിട്ടില്ല കേട്ടോ. എന്താ പറഞ്ഞ പോലെയാണ്, നമ്മൾ നിർമ്മിച്ചു പോകരുത്, അഹങ്കരിക്കാതിരിക്കാൻ, ഹമ്പിളായിരിക്കാൻ വേണ്ടിയാണ് ദൈവം അങ്ങനെ. എനിവേ, അങ്ങനെ ഞങ്ങൾ സുഖമായിട്ട് സന്തോഷമായിട്ട് ഞാൻ കോളേജിൽ പ്രൊഫസറായിട്ട് ജെന്യുവായിട്ട് പ്രൊഫസറായിട്ടെല്ലാം ഇങ്ങനെ ഇരിക്കുവാണ്. മോൻ കല്യാണം കഴിച്ചു, 2 പിള്ളേരുണ്ടായി. അപ്പോൾ കൊച്ചുമക്കളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ലാസ്റ്റ് ഫേസിലോട്ട് മൂവ് ചെയ്തു. അവിടെയാണ് മോൻ താമസിക്കുന്നത്. അടുത്ത ഒരു വീട്ടിൽ ഞങ്ങൾ തന്നെ ആണ്. അപ്പോൾ പിള്ളേരെയെല്ലാം എന്നും കാണാം. പിള്ളേരെ കുറച്ച് സ്കൂളിൽ കൊണ്ടുവിടാം. ഒരു സ്ലീപ്പ് ഓവറിന് ഒരു അമ്മച്ചി മതി. അമ്മച്ചീസ് ഹൗസ് ഒന്നും വേണ്ടാവുന്നത്. അമ്മച്ചിൻ്റെ ഹൗസ് ഒന്നുമില്ല, അമ്മച്ചിയുടെയാണ്. കാരണം ഞാൻ അവരുടെ കൂടെ കളിക്കുകയും അതുകൊണ്ട്. എനിവേ, അങ്ങനെ ഞാൻ ശരിക്കും ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഉച്ചതോടിയിൽ അങ്ങനെ നിൽക്കുമ്പോൾ എന്താണെന്നറിയുന്നത്, നമ്മുടെ ജീവിതത്തെ തിരിച്ചു കൊടുക്കുന്ന പോലെ സംഭവം. എൻ്റെ ഹസ്ബൻഡിന് ബ്രെയിനിൽ ഒരു ബ്ലീഡ് വന്നു. ഇന്നും നിൽക്കില്ല. ഒരു ബ്ലീഡിങ് ഉണ്ടായി, ലോ ബ്ലീഡായിരുന്നു. ഒരാഴ്ച കാലം അങ്ങനെ പോയി. പിന്നെ ഞാനിങ്ങനെ അസസ് ചെയ്തുകൊണ്ടിരുന്നു. ഡോക്ടേഴ്സ് ഓഫീസിലൊക്കെ പോയി, അങ്ങനെയല്ല. എനിവേ, ഇയാളെ ഞാൻ തന്നെ കൊണ്ടുപോയി നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ബ്രെയിനകത്ത് ബ്ലീഡുണ്ട്. സർജറി ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിനെ സർജറി ചെയ്തു. 10 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. എൻ്റെ ഹസ്ബൻഡിന് പോളിയോ വന്നതാണ്. ചെറിയ പ്രായത്തിൽ 6 മാസമുള്ളപ്പോൾ പോളിയോ വന്ന ആളാണ്. അപ്പം കാലിൽ നടക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഓൾറെഡി. അപ്പം ഇതുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പുള്ളിക്ക് ശരിക്കും ഓർമ്മയും അങ്ങനെ കൊണ്ട് നിൽക്കുന്നില്ല. അങ്ങനെ എല്ലാമായിട്ടുള്ളൊരു ഭയങ്കര ഒരു സിറ്റുവേഷൻ. 10 ദിവസം ആയി കഴിഞ്ഞപ്പോൾ റീഹാബ് ഇനി പോലും വിടത്തില്ല. കാരണം ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് നോക്കുമ്പോൾ പുള്ളിക്ക് ഓൾറെഡി ഇതിൽ കൂടുതലൊന്നും ആകത്തില്ല. കൊണ്ട് അവരെഴുതി തന്നു. അപ്പോൾ പറഞ്ഞ് നേഴ്സിംഗ് ഹോമിൽ കൊണ്ടുവിടാം, സ്കിൽഡ് ഫെസിലിറ്റിയിൽ വിടുന്നാൽ അവിടെ തെറപ്പിയൊക്കെ ചെയ്തിട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു ഇനിമേ ഞാൻ നേഴ്സിംഗ് ഹോമിൽ വിടുന്ന പ്രശ്നമില്ല, ഞാൻ വീട്ടിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് മൺഡേ ത്രൂ ഫ്രൈഡേ ഡോക്ടേഴ്സിന് ന്യൂറോ സർജൻ്റെ അടുത്ത്, ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത്, ഫിസിഷ്യൻ്റെ അടുത്ത്, അതുപോലെ ഫിസിയോതെറപ്പി, ഒക്യുപേഷൻ തെറപ്പി, മൺഡേ ത്രൂ ഫ്രൈഡേ ഇദ്ദേഹത്തിനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലുകളിൽ തെറപ്പികൾക്കും എല്ലാം പോകും. ഓൾറെഡി നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾ. ഈ സർജറി കൂടെ കഴിഞ്ഞപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കേ, എൻ്റെ വയസ്സ് ഒന്ന് ഓർക്കണേ. 69 വയസ്സുള്ള ഒരു സ്ത്രീയാണ് ഞാൻ നോക്കണം. എന്നാൽ എനിക്ക് 75 കേട്ടോ. അപ്പോൾ 69 വയസ്സുള്ള ഒരു സ്ത്രീ. അദ്ദേഹത്തിനെ ഞാൻ കാറിലെടുത്ത് വെച്ച് ഡോക്ടേഴ്സ് ഓഫീസിൻ്റെ അവിടെ കൊണ്ടുപോയി, അവിടെ നിന്ന് കാറിൽ നിന്ന് എടുത്ത് വീൽചെയറെ വെച്ച് തള്ളി ഓഫീസിൽ കൊണ്ടുപോയി വെച്ച് കാർ പോരായിട്ട് പാർക്ക് ചെയ്ത് അവിടെ ഇരുന്ന്. ഇതിപ്പോൾ നീട്ടി പറയുന്നത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറയുമ്പോൾ ഡോക്ടേഴ്സ് ഓഫീസിൽ പോയെന്ന് പറയുമ്പോൾ ഈസിയായി. പക്ഷേ എന്നെപ്പോലെ ഒരു പ്രായമായിട്ടുള്ളൊരു സ്ത്രീ ഒരാണിനെ തൂക്കിയെടുത്തുകൊണ്ട് പോയി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പരിപാടി. കഷ്ടപ്പെട്ടു. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ വേണം എടുക്കാൻ. ഗ്രോസറി വാങ്ങിച്ചുകൊണ്ട് വന്ന് കൈ വെച്ചാൽ കറി വെച്ചാലാണ് നമ്മൾ കഴിക്കുന്നത്. ഓർത്ത് നോക്കി. മോനെന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതവുമായിട്ട് അവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞിട്ട് അവന് സഹായിക്കാനായിട്ട് പറ്റത്തില്ല. അമേരിക്കയിലെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ഡിഫറൻസ്. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഓർത്ത് നോക്കിക്ക് എന്തായിരിക്കുമെന്ന്. There was nobody to be a passing thought. ഡാനിയേൽ പറഞ്ഞ പോലെ ആരുമില്ല. ഞാൻ പിന്നെ എപ്പോഴും ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കും. ഇതുപോലെ ബൈബിൾ വായിച്ചു ജോസ് ചെയ്യാൻ അവിടെ പറഞ്ഞിട്ടൊന്നും കിട്ടിയില്ല, അവിടെ ജോസ് ചെയ്തു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ എപ്പോഴും പറയും നമ്മുടെ പ്രൊഫഷണൽ ഓർ പേഴ്സണൽ ലൈഫിൽ നമ്മൾ എപ്പോഴും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് കണിശമായിട്ടും ഒരു എത്തിക്കൽ അനാലിസിസ് ചെയ്തിട്ട് വേണം എടുക്കാൻ. കാരണം ചുമ്മാ മനക്കണക്കും കൂട്ടി ഇതായിരിക്കും നല്ലത് അതായിരിക്കും നല്ലതെന്നുകൊണ്ട് ഒരിക്കലും ജമ്പ് ചെയ്യും. നമ്മളത് എഴുതി അതിൻ്റെ വരാഴികളെ നോക്കി
അല്ലേ? കാരണം പ്രായം ഇത്രയായില്ലേ, 70 വയസ്സും എൻ്റെ ഹസ്ബൻഡിനും 75 വയസ്സായി. ഇത്രയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി നല്ലവരായിട്ട് ഓടി നടക്കാൻ പോകണം? ഒരിക്കലും ഇല്ല. അപ്പം ഞാൻ ഓർത്തു അമേരിക്കയിൽ നിന്നാൽ ഒരിക്കലും ശരിയാകത്തില്ല, ഞാൻ ഇദ്ദേഹത്തിനെ എത്രയും വേഗം നേഴ്സിംഗ് ഹോമിലാക്കേണ്ടി വരും, പിന്നെ എനിക്ക് ആ കണ്ടീഷൻ എൻ്റെ അൺതിങ്കബിൾ ആണ്. അതുകൊണ്ട് ഞാൻ ഓർത്തു അത് ഓപ്ഷനല്ല. അപ്പോൾ പിന്നെ ആലോചിച്ച് കഴിയുമ്പോൾ ഞാൻ നാട്ടിലേക്ക് പോരാം. അതുകൊണ്ട് ഞങ്ങൾ എന്നെ അടുത്തു വീട് വിറ്റിട്ട് നാട്ടിലോട്ട് പോരുകയാണ്. പോരുന്ന ആ ദിവസം മാത്രമേ മോനോട് പോലും പറഞ്ഞുള്ളൂ കേട്ടോ. കാരണം നമ്മളിങ്ങനെ പോകുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല, അറിയത്ത പോലും ഇല്ല. അപ്പം ഞാൻ ഒരു ദിവസം പറഞ്ഞു ഞങ്ങൾക്ക് നാട്ടിൽ പോവാണ്, ഞങ്ങളിവിടെ വന്നിട്ട് ഒരു റിട്ടയർമെൻറ്റ് കമ്മ്യൂണിറ്റിയിലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ സുന്ദരമായിട്ട് വലിയൊരു മണിമങ്ങളിലെ കോട്ടയത്ത് വാങ്ങിച്ച് താമസിക്കാൻ ദൈവം സഹായിച്ചിട്ട് കാശുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്നേരം ഓർത്തെന്നറിയാം, അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞ് താമസിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് ഏതാ സർവൻ്റ് ഉള്ളവരൊക്കെ അറിയാമല്ലോ. ചിലപ്പോൾ വന്നില്ലെങ്കിൽ എന്നാ എടുക്കും, നമ്മൾ വൈകിട്ട് കഴിഞ്ഞിട്ട് 4 പ്ലേറ്റേ ഉള്ളൂ, അത് വെച്ചേക്ക് നാളെ സർവൻ്റ് വരുമ്പോൾ കഴുകാനായിട്ട് അല്ലേ. വന്നില്ലെങ്കിൽ എന്നാ എടുക്കും, ചില ദിവസത്തിൽ വരുമോ, പിന്നെ നമ്മൾ ബഹളവും വെച്ച് ഒച്ചയും വെച്ച് വേണം കഴുകാനായിട്ട്. അപ്പം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇനി അത് പറ്റത്തില്ല. കാരണം നമുക്ക് പ്രായമായി, വേറെ ആരുമില്ല, സേഫ്റ്റി ഇല്ല. നമ്മളൊരു വീട്ടിൽ താമസിച്ചിരുന്നാൽ ഇനിയിപ്പോൾ ഒറ്റയായിപ്പോൾ ഞങ്ങൾ ആരെയും ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഒരാൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഈ റിട്ടയർമെൻറ്റ് കമ്മ്യൂണിറ്റി പോകുന്നത്. ഈ റിട്ടയർമെൻറ്റ് കമ്മ്യൂണിറ്റി എങ്ങനെ ഇരിക്കുന്നോ ഒന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് ശരിക്കും പറയുന്ന എനിക്ക് വിശ്വാസമാണ്. ഗോഡ് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ ഗുഡ് എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വിശ്വാസത്തെ മാത്രമാണ് ഞങ്ങൾ മാത്യു സ്വാമി വന്നു 2 മാസം കഴിഞ്ഞിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇട്ടത് പോലും എല്ലാവരോടും പറഞ്ഞത്. കാരണം എനിക്ക് തന്നെ അറിയാമല്ല ഇത് എങ്ങോട്ടായി വന്നിരിക്കുന്നതാണ്, മനസ്സിലായി. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് അവിടുത്തെ ജീവിതം എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് വേണം പറയാനെന്നുള്ള ഓർത്തിട്ട് ഞാൻ പറഞ്ഞു. ഞങ്ങളിപ്പോൾ റിട്ടയർമെൻറ്റ് ഹോമിൽ വന്നിട്ട് 6 മാസമായി. വി ആർ വെരി ഹാപ്പി. അപ്പം ഇന്ന് ഞാൻ പുറകോട്ട് ചിന്തിക്കുകയാണ്, ഞങ്ങൾ 2 പേരും പുറകോട്ട് ചിന്തിക്കുമ്പോഴുണ്ടല്ലോ, അന്ന് എൻ്റെ ഹസ്ബൻഡിന് ഇന്നിപ്പം പുള്ളി കംപ്ലീറ്റ് നോർമലായി കേട്ടോ. അതൊരു വണ്ടറാണ്. ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു ഇദ്ദേഹം എങ്ങനെ ജീവിച്ചിരുന്നതാണ് ചോദിച്ചത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നപ്പോൾ. അതുപോലെ അന്ന് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആൾ നല്ല ഇന്നിപ്പോൾ നല്ല സുന്ദരമായിട്ട് പണ്ടത്തെ പോലെ തന്നെ ഒരു ഡെഫിസിറ്റ് ഇല്ലാതെ ദൈവത്തിൻ്റെ ഒരു കുറയും. കാരണം ആർക്കും അറിയാൻ പറ്റത് എങ്ങനെ സംഭവിച്ചെന്ന്. ഒക്കെയായിട്ട് നോർമലായിട്ട് ഞങ്ങൾ വന്നു. ഇന്ന് ഞാൻ നോക്കുമ്പോൾ ആ വീട് വന്ന് ഇന്ന് നന്നായി. അല്ലെ നമുക്ക് നാട്ടിൽ വന്നുള്ള ഈ ജീവിതം അനുഭവിക്കാനേ പറ്റത്തില്ല. നമ്മൾ അവിടെ തന്നെ അടിഞ്ഞു പോകും. ഇവിടെ തന്നെ അടിഞ്ഞു പോയിട്ട് ഹൊറിബിളാണ് കേട്ടോ. ഓൾഡ് ഏജിൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മക്കളൊക്കെ നിങ്ങളെ വിളിച്ച് ഓൾഡ് ഏജിൽ അവിടെ വന്ന് നിൽക്കാൻ ചെയ്യുവാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. കാരണം ശരിക്കും നല്ല പോലെ ആലോചിക്കണം. കാരണം ചുമ്മാ പറയുന്ന പുറമോച്ചൊന്നും കേൾക്കരുത്. അവിടെ എന്താ സംഭവിക്കുന്നത്. പോയി കഴിഞ്ഞിട്ട് മക്കൾ ജോലിക്ക് പോകും, നിങ്ങൾ അപ്പനും അമ്മയും അല്ലെങ്കിൽ അവിടെ വീട്ടിൽ തന്നെ ഇരിക്കും. 4 ചുവരിനകത്ത് നമുക്ക് വെളിയിൽ പോലും ഇറങ്ങി നടക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് മാത്രമേ പോകാവുള്ളൂ. പിന്നെ അതിന് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ പോയിക്കോ, നോ പ്രോബ്ലം കേട്ടോ. പക്ഷെ അത് ആലോചിച്ചിട്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ ദൈവം അത്രയ്ക്കും നന്മ ചെയ്തു. കാരണം വിശ്വാസം ഉണ്ടായിരുന്നത് മാത്രം. അപ്പം നമുക്ക് എങ്ങനെ ഈ ജീസസിനെ കൊണ്ട് നമുക്ക് വേണ്ടി ഒന്ന് മനസ്സലിയിപ്പിക്കാനായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? അതിൻ്റെ മലയാളം തർജ്ജമ ചെയ്ത് വന്നപ്പോൾ ശരിയല്ല എങ്കിലും പറയാം, ഹൗ ജീസസ് വാസ് മൂവ്ഡ് ബൈ ദ ഫെയ്ത്ത് ഇല്ലേ. അപ്പം നമുക്ക് അത് എങ്ങനെയാണ് നമ്മുടെ ഫെയ്ത്തിനെ ഒന്ന് ദൃഢമാക്കുന്നത്? എങ്ങനെ? പ്രേയറിലൂടെ, അതുപോലെ തന്നെ ഇതുപോലത്തെ ഫെലോഷിപ്പുകളിലൂടെ നമ്മളിങ്ങനെ ആളുകളുമായിട്ട് കൂടി നമ്മുടെ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ആരും ഓർത്തേക്കരുത് എനിക്ക് ഞാൻ മാത്രം മതി, എൻ്റെ കുടുംബം മാത്രം മതി, അല്ലെ എനിക്ക് ആരോട് സംസാരിക്കേണ്ട, എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതൊന്നും വിചാരിക്കുന്നതല്ല. നമുക്ക് എല്ലാവരും ആവശ്യമാണ്. നമുക്കൊന്ന് ചിലപ്പോൾ ഒന്ന് വെൻറ്റ് ചെയ്യാനായിട്ട് അല്ലേ, നമ്മുടെ പ്രയാസങ്ങളൊന്ന് പറയാനായിട്ട്. നമുക്ക് പൈസയൊന്നും തന്ന് ആരും സഹായിക്കേണ്ട. പക്ഷേ നമ്മുടെ ഒരു വിഷമം പറയുമ്പോൾ ഒന്ന് കേൾക്കാൻ, ഇതും അങ്ങനെയാണോ, ഇതും വിഷമിച്ചോ, ബുദ്ധിമുട്ടായോ എന്നൊന്നും ചോദിക്കാനായിട്ട് ഒന്നും ചെയ്യണ്ട. അല്ലെ ഞാൻ എന്തെങ്കിലും ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഹെൽപ്പാണ്. അപ്പോൾ നമ്മുടെ ഫെയ്ത്ത്, നമ്മൾ ജീസസിൻ്റെ മനസ്സലിയിപ്പിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് ഒരു ഉദാഹരണമാണ് 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയില്ലേ, അതിനകത്ത് ഒരേ ഒരാളാണ് നമ്മൾ താങ്ക്സ് പറഞ്ഞത് അല്ലേ. ഒറ്റ ഒരാൾ മാത്രമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഭയങ്കര നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം എന്ന് പറയുന്നതാണ് എല്ലാവരും. അങ്ങനെ നന്ദിയുള്ളവരായിരുന്നാൽ നമ്മൾക്ക് സ്നേഹവും അനുകമ്പയും എല്ലാം വരുമ്പോണ്ടല്ലോ ഓട്ടോമാറ്റിക്കലി ജീസസ് ഈസ് ഗോയിങ് ടു ബി ദേർ. നമ്മൾക്ക് ആ ഒരു ദൈവം നമ്മളുടെ അവസ്ഥ കണ്ടിട്ട് ഹൃദയം അലിയും, നമ്മുടെ പ്രാർത്ഥന
ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത് പറയാമോ? ജസ്റ്റ് നമുക്കൊരു ഡിസ്കഷൻ നമുക്ക് വി ആർ ഗോയിങ് ടു ഗ്രോ ടുഗെദർ. എങ്ങനെയാണ് ഇവിടെ മാതാപിതാക്കളോട്, ദൈവത്തോടെ, വിശ്വാസിനോടെ, എല്ലാവരും നമുക്ക് കിട്ടിയിരിക്കുന്ന വായുവിനോടും ഭക്ഷണത്തിനോടും എല്ലാം ദൈവത്തിനെ നന്ദി പറയാൻ വാക്കുകളില്ല കേട്ടോ. നമുക്ക് ഇന്നിവിടെ നിൽക്കുന്നതും എല്ലാം നമുക്ക് ദൈവത്തിൻ്റെതാണ്. പിന്നെ സാധാരണയായിട്ട് പിന്നെ വേറെ ആരോടാണ് നന്ദി പറയേണ്ടത്? നമ്മൾ അന്യോന്യം നന്ദിയുള്ളവരാണെന്ന് പറയുവാണെങ്കിൽ ഈ ലോകത്തിൽ പീസ് ഉണ്ട്. ഒരു യുദ്ധവും ഒരു കലാമിറ്റിയും ഉണ്ടാകത്തില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, മിക്കവാറും എല്ലാവരും ജോലിയുള്ളവർ. അപ്പോൾ ജോലിയുള്ളവരുടെ കാര്യം ഞാൻ അറിയുന്നത്, നമുക്ക് ഇച്ചിരി നല്ല ഉയർന്ന ജോലി തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ താഴെ ഹൗസ് കീപ്പിങ്ങിലുള്ള ആളുകൾ. നമ്മുടെ ഓഫീസിലോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ടേബിൾ നല്ലതായിട്ട് തുടച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? പൊടിയൊന്നുമില്ല, അത് ഒരു ഗ്ലാസ് വെള്ളം അവിടെ വെച്ചിട്ടുണ്ടായിരിക്കാം, അങ്ങനെയെല്ലാം നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കാം. അപ്പോൾ നിങ്ങൾ ആരോട് നന്ദിയുള്ളവരായിരിക്കണം? ആ ക്ലീൻ ചെയ്ത ആളോട് നന്ദിയുള്ളവരായിരിക്കണം. ആ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ കാണിക്കുന്നുണ്ടോ? അല്ലെ, ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഞാൻ പറയുവാണ്, അവരോട് നന്ദിയുള്ളവരായിട്ടുണ്ടോ? ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടോ? താങ്ക് യു. കുറച്ച് പേരൊക്കെ കാണിക്കുന്നത് എന്തോന്നറിയാമോ? അതവരുടെ ജോലിയാണ്, ഞാൻ ബോസാണ്, അത് അങ്ങനെ ഇരിക്കട്ടെ ഓർക്കില്ലേ അത്. അപ്പം അങ്ങനെ നന്ദിയുള്ളവരായിരിക്കണം. നമുക്ക് അതുപോലെ നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുവാണ് ഓഫീസിലെ, അവരോട് നമ്മളെന്ത് നന്ദിയുള്ളവരായിരിക്കണം. അവര് ക്ലീൻ ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ബാത്റൂമിൽ നിന്ന് പോകാൻ പറ്റുന്നത് അല്ലേ? നമ്മൾ നന്ദിയുള്ളവരാണോ? നമ്മൾ അവരോട് താങ്ക് യു പറയുന്നുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചോണം ഇനിയെ. അതുപോലെ തന്നെ അവരും ഈ ഹൗസ് കീപ്പിംഗ് അല്ലെങ്കിൽ ഏത് ജോലിക്കാരാണെങ്കിലും അവരും ഉണ്ട് ഈ ബോസിനോട് നന്ദിയുള്ളവരായിരിക്കണം. ഈ ബോസ് ഉള്ളതും ഇങ്ങനെ ഒരു ഓഫീസ് ഉള്ളതും കൊണ്ടും അല്ലേ അവർക്ക് ഇങ്ങനെ ജോലിയുള്ളത്, അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അവരും നന്ദിയുള്ളവരായി. അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റൗണ്ട് ആൻഡ് റൗണ്ട് ഇങ്ങനെ പോകുമ്പോൾ അന്നേരം എന്തോ സംഭവിക്കുന്നത്, നമ്മുടെ ഒരു അനുഗമനീയ സ്നേഹമൊക്കെ വരില്ലേ? അപ്പോൾ ഒരു ദിവസം നമ്മൾ വന്നപ്പോൾ നേട്ടം പേപ്പർ ഇങ്ങനെ ഇരിക്കുന്നു, ബുക്ക് അങ്ങനെ ഇരിക്കുന്നു, ഒന്നും ബെസ്റ്റാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ആദ്യം ഒരു ഇറിറ്റേഷൻ തോന്നും. എന്നാലും നമ്മുടെ മനസ്സിൽ എന്നാണെന്ന് അറിയാമോ? നമുക്ക് ആ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്ത് തോന്നും? എന്നാ പറ്റി? നമ്മളൊന്നും ആരായും ഇല്ലേ, നമ്മളെന്താ ചോദിക്കും, എന്താ സംഭവിക്കും? അപ്പം പറയുമ്പോൾ എൻ്റെ കുഞ്ഞിന് അസുഖമായിരുന്നു, ഞാൻ അവിടെ പോയി, ഞാൻ സോറി എന്ന് പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ. അപ്പം നമുക്ക് ആ ഇറ്റ്സ് ഓക്കെ, നീ ക്ലീൻ ചെയ്താൽ മതിയല്ലേ, ഞാൻ ഇന്ന് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ക്ലീനാക്കി വെച്ചെന്നാൽ ഒരു കുഴപ്പമില്ല. അപ്പം അവിടെ ഒരു ഇത് വരും. നേരെ മറിച്ച് നമ്മൾ ബോസാണ്, നീ ചെയ്തില്ല ഉടനെ എന്താണ്ട് നിന്റെ സാലറി ഞാൻ 1 മണിക്കൂർ നേരത്തെ കട്ട് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഒരു ബാഡ് റിമാർക്ക് എഴുതി കിട്ടു, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ കാണുന്നില്ലേ? അന്നേരമാണ് നമുക്ക് വഴക്കും മര്യാദയും ഒരു എന്തോ ഒരു എനിമോസിറ്റി അവിടെ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ അങ്ങനെ വരും. ഇനിയിപ്പം പറഞ്ഞാൽ വീട്ടിലുള്ളവർ, ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ജോലിയൊന്നുമില്ല, ഹസ്ബൻഡിന് ജോലിയില്ലെന്ന് വിചാരിച്ചു. ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം അല്ലേ? വേണ്ടേ? ഇപ്പം ഭാര്യ രാവിലെയാണ് കാപ്പി ഉണ്ടായിക്കൊണ്ടുവന്ന് പുട്ടും കടവയും ഉണ്ടാക്കി, അങ്ങനെയെല്ലാം കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ ഭർത്താവ് എന്നാ വിചാരിക്കണം? അവൾ അത്രയും രാവിലെ എഴുന്നേറ്റ് കാപ്പി കൊണ്ട് തന്നല്ലോ. ഓടിച്ചെന്ന് ഞാൻ താങ്ക് യു ഫോർ ദ കോഫി എന്നൊന്നും പറയണ്ട. ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് കാണിക്കണം അല്ലേ? മനുഷ്യമായിട്ടും കാണിക്കണം. പക്ഷേ ഞാൻ സോറി കേട്ടോ ഭർത്താക്കന്മാരെ, സോറി അങ്ങനെയൊന്നും ചിലപ്പോൾ പറയാറില്ല. അല്ലെങ്കിൽ അതവിടെ ജോലിയല്ലേ, അവർക്ക് വേറെ എന്താ ജോലി, ഇങ്ങോട്ട് ചെയ്യുമെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഒരു ഞാൻ കഷ്ടപ്പെട്ട് എനിക്ക് തലവേദനയായില്ലേ നടുവേദനയായിട്ട് എന്നിട്ട് ഞാനായിട്ട് കാപ്പി ഉണ്ടായിക്കൊണ്ട് വന്നു, എന്നിട്ടൊരു നന്ദിയില്ല എന്നുള്ളത് പറയും, എന്നിട്ട് എന്നോട് ഇങ്ങനെ പറയുവാന്ന് പറയും. എന്നിട്ട് തിരക്കിയില്ല, എനിക്ക് നടുവേദനയുണ്ടോ തലവേദനയുണ്ടോ പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കത്തില്ലേ, വിചാരിക്കാറില്ലേ? അതുപോലെ തന്നെ ഭർത്താവ് പോയി ഒരു കപ്പ മൂട് പറിച്ചുകൊണ്ട് വരുവാണ്. പുള്ളി ഒരു കപ്പ മൂട് പറിച്ചുകൊണ്ട് കൊണ്ടുവന്ന് വെട്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ അവിടെ കൊത്തി എരിഞ്ഞും എല്ലാം ഉണ്ടാക്കി. അപ്പം ആ ഭർത്താവിനോട് നന്ദിയുള്ളവരായിരിക്കട്ടെ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അല്ല ശരിക്കും ആ കപ്പ മൂട് പറിച്ചുകൊണ്ട് വന്നില്ല, അതിനെ ഭാര്യ കൂടെ പറിക്കണ്ടായിരുന്നു. അപ്പം അത്രയും സഹായം ചെയ്തില്ലേ? ഞാൻ പറഞ്ഞതിന് സാരം എന്താണെന്ന് പറയുന്നത്, നമ്മൾ ഈ വലിയ കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നു പറയും. പക്ഷെ ദൈവത്തിന് നമ്മൾ പറയുന്നത്, ദൈവം ജീസസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളോട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽക്കാരോട് ചെയ്യുന്നത് പോലെ എന്ത് ചെയ്താലും അത് എനിക്ക് ചെയ്യുന്ന പോലെയാണ് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? അപ്പോൾ അത് നമ്മുടെ മക്കളോടും നമ്മുടെ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കക്കാരോടോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഗ്രാറ്റിറ്റ്യൂഡ്, അങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഒരു മനോഭാവം നിങ്ങൾ ഇങ്ങനെ വേറെ ചിന്തിക്കണം.
Elijah stood there, the Lord passed by, and a mighty windstorm hit the mountain. It was such a terrible blast that the rocks were torn loose, but the Lord was not in that wind. After the wind there was an earthquake, but the Lord was not there. And after the earthquake there was a fire, but the Lord was not there. And after the fire there was the sound of a gentle whisper. അതായിരുന്നു ദൈവം എന്ന് പറഞ്ഞാൽ എലീശയോട് പറയുന്നു, നീ ഗുഹയ്ക്ക് വെളിയിൽ വരാൻ പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേന് എന്തുകൊണ്ട് ഭയങ്കര ഒരു കൊടുങ്കാറ്റ് വന്നു. കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് എന്തുകൊണ്ടു ആ മൗണ്ടൻസ് എല്ലാം ചെതറി. അറിയാമല്ലോ, ഇപ്പം ലാൻഡ് സ്ലൈഡും എല്ലാം ഉണ്ടാകുമ്പോൾ എന്തുമാത്രം വിഷമങ്ങളുണ്ടാകുന്നു, അതുപോലെ വന്നു. പക്ഷെ അവിടെ ദൈവം ഇല്ലായിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളോ ദുരിതങ്ങളോ ഒക്കെ വരുമ്പോൾ അവിടെ ദൈവം ഇല്ല. അതുപോലെ തന്നെ എർക്ക്വേക്ക് വന്നു, അവിടെയും ദൈവം ഇല്ലായിരുന്നു. പിന്നെ തീ പിടിച്ചു, അപ്പോഴും ദൈവം അവിടെ ഇല്ല. നേരെ മറിച്ച് നമ്മൾ അതെല്ലാം ഡിസ്റ്റാൻഡ് ചെയ്യുമ്പോൾ, അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ഡിസ്റ്റാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് മോനെ നമ്മുടെ ചെറിയൊരു സൗണ്ട് നിജമായിട്ട് ദൈവം വിസ്പർ ചെയ്തിട്ട് നമ്മൾ ആ വിസ്പർ കേൾക്കണം. ആ വിസ്പർ കേട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു ധൈര്യം വരും എന്ന് പറഞ്ഞാൽ ഏത് വിഷമം കഴിയത്തിലും നമ്മളെ ദൈവം വിഷമിക്കുന്നതാണ് അതിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒത്തിരി വിഷമങ്ങൾ, ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അറിയാമല്ലോ എന്തോ ഒരു വിഷമങ്ങൾ വന്നെന്ന്. ആ പോയ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞു പോയി കേട്ടോ. പക്ഷേ അതൊക്കെ ഒരു ഹോറിബിൾ സിറ്റുവേഷനായിരുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൂടി എല്ലാം പോകുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്നറിയാമോ, അത് ഐസായ 43:2 വേഴ്സ് ആണ്. When you go through deep waters and great trouble, I will be with you. When you go through rivers of difficulty, you will not be drowned. When you walk through the fire of oppression, you will not be burned up. The flames will not consume you. ശരിക്കും ഞാൻ പറയുകയാണേ, ഇതുണ്ടല്ലോ എനിക്ക് ശരിക്കും എന്നെ പിടിച്ചു കൊടുക്കുന്നതാണ്. നമ്മൾ ഈ ആർത്തിരമ്പി വരുന്ന കടലിന്റെ നടുക്കൂടെ ചിലപ്പോൾ നമ്മൾ മുങ്ങി ചാവുന്ന പോലെ തോന്നിയാലുണ്ടല്ലോ, മുങ്ങി ചാവത്തില്ല. അതുപോലെ ഈ ആളി പടർന്നു വന്നാലും അത് നമ്മളെ കൺസ്യൂം ചെയ്തില്ല. ചിലപ്പോൾ നമുക്ക് ഇത് ചൂടൊക്കെ അടിക്കില്ല കേട്ടോ, പക്ഷെ പൊള്ളുകയല്ല. നമ്മൾ വിഷമ തലത്തിൽ കൂടെയൊക്കെ പോകുമ്പോഴുണ്ട് നമുക്ക് ഇതുപോലെയുള്ള സിറ്റുവേഷനിലെല്ലാം നമ്മൾ ഈ അനുഭവങ്ങൾ വരും. പക്ഷെ അന്നേരമെല്ലാം നമ്മുടെ വിശ്വാസത്തെ ഉറച്ചു നിൽക്കും. ബിക്കോസ് ഗോഡ് ഈസ് വിത്ത് യു. ഗോഡ് ഈസ് വിത്ത് യു, ഹു ക്യാൻ ബി അഗൈൻസ്റ്റ് യു. അത് നമുക്ക് ഭയങ്കരമായിട്ടൊരു ആശ്വാസം തരുന്ന ഒരു വചനമല്ലേ അത്. ആരുമില്ല, ആർക്കും എതിർക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളതാണ്, നമ്മൾ വിഷമത്തിൽ കൂടെ പ്രയാസത്തിൽ കൂടെ എല്ലാം പോകും. ആ സമയത്തൊക്കെ നമ്മളെന്താ ചെയ്യുക, നമ്മൾ ദൈവത്തിനെ പഠിക്കാൻ നോക്കൂ അല്ലേ. ആണ്ട് ദൈവത്തിനെന്താ എന്നോട് ഇങ്ങനെ ചെയ്തത്, ഞാനെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്കെന്താ പറ്റിയെന്ന് ഇല്ലേ. പക്ഷേ ആ സമയത്തെല്ലാം വിഷമഘട്ടത്തിൽ കൂടെ പോകുമ്പോഴും നമ്മുടെ വിശ്വാസത്തെ നമ്മൾ മുറുക്കിപ്പിടിക്കണം. അത് ഈ ഇതാണ് മൂവിങ് വിത്ത് ഫെയ്ത്ത് ത്രൂ ദ വേൾഡ് എന്നാണ് പറയുന്നത്. നമുക്ക് ദൈവം നമ്മളെ ആവശ്യമായിട്ടും സഹായിക്കും. നമുക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം വരും കേട്ടോ. ഇല്ലാത്തതൊന്നുമല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. ജീവിതം എന്ന് പറയുന്ന പട്ട് നെട്ടയല്ല, വിഷമങ്ങളും പ്രയാസങ്ങളും കൂടെ തന്നെ പോകും. ഒന്നല്ലേ നമ്മുടെ പിള്ളേരാണെങ്കിൽ പോലും നമുക്ക് പ്രശ്നങ്ങൾ വരും. ടീനേജൊക്കെ ആയിരിക്കുന്ന പിള്ളേരൊക്കെ എന്തുമാത്രം ട്രബിൾ തരും ഇല്ലേ. പെൺകുഞ്ഞുങ്ങളാണെങ്കിലും ആൺകുഞ്ഞുങ്ങളാണെങ്കിലും സമയത്തിന് വരാൻ വീട്ടിൽ വരത്തില്ലെങ്കിൽ അപ്പനും അമ്മയും ഒരു പ്രശ്നങ്ങളാണ്. പക്ഷേ ദൈവത്തിൽ അർപ്പിച്ച് മുന്നോട്ട് പോകുക. വിഷമങ്ങളെല്ലാം വരും. ആ സമയത്തെല്ലാം നമുക്ക് ദൈവം ഉണയായിട്ടിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തി ഒത്തിരി നല്ലതായിരുന്നു. ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു ഗൈസ്. കാരണം ഈ സന്ധ്യാസമയത്തും ഇങ്ങനെ ലേഡീസ് വന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് ശരിക്കും എനിക്കിതൊന്നും അറിയത്തില്ല. കാരണം ഞാൻ ഒരുപാട് നാൾ മുമ്പ് ഇവിടുന്ന് പോയത്. 6 മാസമേ ആയിട്ടുള്ള ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. കാരണം 17 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ കേരളം വിട്ടതാണ്. കോളേജിൽ പോകാൻ ശരിയാകുമ്പോൾ വീട്ടിൽ വരണം. അന്നില്ലെങ്കിൽ പ്രശ്നം, ഒരു കട്ടൊരു സിനിമയ്ക്ക് പോലും പോകാൻ പറ്റില്ലാത്ത സ്ഥിതിയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കേണ്ടത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലാണെങ്കിലും ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക കേട്ടോ. നടത്തിത്തരും. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ശരിക്കും ഒരു ലിവിങ് എക്സാമ്പിൾ തന്നെയാണ്. പ്രയാസത്തിലൂടെ എല്ലാം ഞാൻ പോയിട്ടുണ്ട്. എല്ലാം ദൈവം എന്നെ അതിനകത്തൊന്ന് കൈപിടിച്ച് കരയറ്റി. വലിയ ആളായിട്ടുള്ളതൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിനേക്കാളും ഒരു ഉയർന്ന ഒരിത് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് വേണ്ടതാണ്. ഐ എം പെർഫെക്റ്റ്ലി ഹാപ്പി. ഞാനിപ്പോൾ നേഴ്സിങ്ങിൽ എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട്. നേഴ്സിങ്, ബെഡ് സൈഡ് നേഴ്സിംഗ് ആണെങ്കിലും പഠിപ്പിക്കാനാണെങ്കിലും എല്ലാമാണെന്ന് പറയാം. അവിടെ എല്ലാം എനിക്ക് എക്സൽ ചെയ്യാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു. കാരണം നമുക്കെല്ലാവർക്കും
ആയിരിക്കും, നിങ്ങൾ ഏത് ജോലി ചെയ്യട്ടെ, എവിടെയാണ് ഈ ജോലി ചെയ്യുകയാണെങ്കിലും നമ്മൾ വലിയ കറേജിയസ്. പിന്നെ ഇൻറ്റഗ്രിറ്റി വേണം. നമ്മൾ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എന്നാ ഇൻറ്റഗ്രിറ്റി എന്നുള്ളത്. അപ്പോൾ ആരും വാച്ച് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വിചാരിക്കണം നമ്മുടെ ബോസ് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ വേണം നമ്മൾ ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ കള്ളവും ചതിയും അങ്ങനത്തെ ഒന്നും ഇല്ലാതെ നമ്മൾ ചെയ്യണം. കറേജിയസ് ആയിരിക്കണം. പിന്നെ വർക്കാടി ചെയ്യണം. മനസ്സിലായി? പിന്നെ നമ്മൾ എവിടെയാണ് പഠിപ്പിക്കുന്നവരാണെങ്കിലും ശരി, ബാങ്ക് ജോലിയുള്ളവരാണെങ്കിലും ശരി, എവിടെയാണെന്ന് പറഞ്ഞാൽ അവരോർക്കണം നമ്മൾ ഏതൊരു രീതിയിൽ വേണം അതിനെ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ. മനസ്സിലായി? ഞാൻ അതിൽ 1-2 പിള്ളേർക്കൊക്കെ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് നേഴ്സിംഗ് സ്റ്റുഡൻസിന്. ഞാൻ പാവപ്പെട്ടവർക്കല്ല കൊടുക്കുന്നത്, പാവപ്പെട്ട കുട്ടികൾക്കല്ല, അത് വേറെ. ഞാൻ കൊടുക്കുന്നത് എന്നാണെന്നറിയാമോ, ആ നേഴ്സിംഗ് പ്രൊഫഷനെ ഉയർത്താൻ കഴിവുള്ള ഏത് കുട്ടികളുണ്ടോ അതിനാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് നേഴ്സിംഗ് പ്രൊഫഷനെ ശരിക്കും ഉയർത്തുന്നത് ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. അതിന് ഞാൻ നടക്കുന്നറിയാം, അവരോട് പറയും ഒരു എസ്സേ എഴുതുമെന്ന്. ഇനിയിപ്പോൾ എസ്സേ ഇച്ചിരി തെറ്റിയാലും കുഴപ്പമില്ല, ഗ്രാമം എഴുതാന്നില്ലേലും കുഴപ്പമില്ല, ഇംഗ്ലീഷിൽ എഴുതണം. ഇംഗ്ലീഷ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ എന്തിനാണ് അവർ 5 വർഷം കൊണ്ട് അവരുടെ എന്നതാണ് ആഗ്രഹം, അവർ നേഴ്സിങ്ങിനെ എങ്ങനെ ഉയർത്താം, പേഷ്യൻറ്റിന് വേണ്ടി അല്ല കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരോട് ചോദിക്കും. അപ്പോൾ എന്നാണെന്നറിയാമോ, ഞാനൊക്കെ പഠിച്ച കാലത്ത് ഒരു കുഞ്ഞുങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു തരാൻ, അവർക്ക് ഇങ്ങനെയൊന്ന് തിങ്ക് ചെയ്യും, അല്ലെ നേഴ്സിങ്ങിനെ ഇങ്ങനെയൊന്ന് വളർത്തണം എന്നൊന്നും പറഞ്ഞു തരാൻ ആളില്ല. അന്ന് നമ്മളെ പോലെ ഈ തോന്നുന്ന ഫോണും ഇല്ലല്ലോ, ഗൂഗിളും ഇല്ലല്ലേ, എന്തെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഇന്നാണെന്ന് പറയുന്നത് നമുക്കെല്ലാം വിരൽത്തുമ്പിലുണ്ട് കിട്ടോ. പക്ഷെ അങ്ങനെ ആരും പറഞ്ഞു തരാൻ പോലും ഇല്ല. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ആ പറയുന്നത്, പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്കല്ല ഞാൻ കൊടുക്കുന്നത്. നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെ വളർത്താനും നമ്മുടെ മനുഷ്യർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കും അങ്ങനെയുള്ള ആ ആറ്റിറ്റ്യൂഡ്, ആ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് പിള്ളേരെ വളർത്താൻ വേണ്ടിയുള്ളവരെയല്ല ഞാൻ തിരഞ്ഞെടുത്ത അവിടെ നേരെ ആവശ്യപ്പെടും. അതുപോലെ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ഓർക്കണം, നമ്മൾ എങ്ങനെ ഇന്നോവേറ്റ് ചെയ്ത് ഇന്നോവേഷൻ എങ്ങനെ കൊണ്ടുവരാം, അതിനകത്ത് അഭിവൃദ്ധിപ്പെടുത്താമെന്ന് നോക്കണം. പിള്ളേരെ പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എങ്ങനെയാണ് പിള്ളേരെ പുതുതായിട്ട് പഠിപ്പിക്കുന്നത്. എൻ്റെ PhD ഞാൻ എടുത്തത് നേഴ്സിംഗിലല്ല, ഞാൻ എഡ്യൂക്കേഷനിൽ എങ്ങനെ പഠിപ്പിക്കാമെന്ന്. നേഴ്സിംഗിൻ്റെ ഓൾറെഡി എനിക്ക് MSc നേഴ്സിംഗിൽ ഞാൻ എടുത്തു, എനിക്ക് PhD ഇൻ എഡ്യൂക്കേഷൻ. അപ്പം നമ്മൾ എങ്ങനെ ഇവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ ബെറ്റർ നേഴ്സസാണ്, അല്ലെങ്കിൽ ആരെയെങ്കിലും അവർക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്നതിനെ കുറിച്ച്. അപ്പോൾ എപ്പോഴും നമുക്കൊന്ന് തിങ്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ ഈ വന്ന കാര്യങ്ങൾ ചെറിയ കറേജിയസ്, ഹാർഡ് വർക്കിംഗ്, ഇൻറ്റഗ്രിറ്റി, ഇൻറ്റഗ്രിറ്റി അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ ഇൻറ്റഗ്രിറ്റി മസ്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ വർക്ക് ചെയ്താലും